ഓരോ പ്രസവ വേദനയുടെ ഓരോ സമയങ്ങളിലും അവൾ അല്ലാ അല്ലാ എന്ന് വിളിക്കുമ്പോ അറേബ്യൻ രാജ്യത്ത് വില കൂടിയ അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അവളുടെ പേരിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വലിയ കൂലി, അടിമകളെ മോചിപ്പിച്ച ഏറ്റവും വലിയ കൂലിയാണ്. അപ്പൊ അറേബ്യൻ നാട്ടിൽ വില കൂടിയ അടിമയുണ്ട്, വില കുറഞ്ഞ അടിമയുണ്ട്. വില കുറഞ്ഞ അടിമ റഖബത്ത്, വില കൂടിയ അടിമ നസ്മത്ത്. അപ്പൊ വില കൂടിയ അടിമയെ അല്ലാഹു തആല കൊടുക്കും. അത് ആർക്കാണ്? ഈ പ്രസവ വേദന എടുക്കുമ്പോ അല്ലാ 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 എന്നൊക്കെ വിളിക്കൂലേ, ആ വിളി എത്ര പ്രാവശ്യം വിളിച്ചോ മലക്കൾ രേഖപ്പെടുത്തും. 7 പ്രാവശ്യം വിളിച്ചപ്പോ പ്രസവിച്ചു. 7 അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം. അതുകൊണ്ട് പെണ്ണുങ്ങളെ വിളിച്ചോണം, ഇഷ്ടം പോലെ വിളിച്ചു. ആ സമയത്ത് വിളിച്ചോണം. കിട്ടുന്ന ചാൻസ് പിന്നെ കിട്ടൂല, വെളി വന്നാൽ അത് കിട്ടൂല. പിന്നെ 2 മാസം 2 വർഷം പാല് കൊടുക്കണം. 2 വർഷക്കാലത്തോളം പാല് കൊടുക്കുമ്പോ ആ പെൺകുട്ടികൾക്ക് എന്താണ് അതിനുള്ള സവാബ്? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാണ്, യാ ആയിഷ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ കുട്ടിക്ക് മുല കൊടുത്താൽ ഓരോ തുള്ളി മുലപ്പാലിനും ഓരോ അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അവൾക്ക് രേഖപ്പെടുത്തപ്പെടും. ആയിഷ 2 വർഷമേ 2 വർഷം പാൽ കൊടുക്കുമ്പോൾ പെണ്ണിന് കിട്ടുന്ന സവാബ് എത്രയാ? പക്ഷെ ഇന്നത്തെ കാലത്തെ പെണ്ണിന് കിട്ടുമെന്നറിയില്ല. ഇന്നത്തെ കാലത്ത് മൊത്തം സവാബ് പശുവിനായിരിക്കും കിട്ടുക. അന്ന് 2 മാസം കഴിഞ്ഞാൽ മൊത്തം പശുപാലല്ലേ ഒടുക്കി കൊടുക്കുക. പിന്നെ കിട്ടും ആർക്കെന്നറിയാം, മറ്റേ നിഡോ കമ്പനിക്കാരനും ആങ്കർ കമ്പനിക്കാരനും ഒക്കെ കിട്ടും. അത് സെറിലാക്ക് കലക്കി കൊടുക്കുകയല്ലേ കുട്ടിക്ക്. അതുകൊണ്ട് അതങ്ങനെ സവാബ് കിട്ടും. കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാല് കൊടുക്കണം, മുലപ്പാൽ കൊടുക്കണം. അതിന് മുലപ്പാലില്ലെങ്കിൽ അതിനുള്ള വഴി കണ്ടെത്തണം, അതിനുള്ള മരുന്ന് കഴിക്കണം, അതിനുള്ള ദുആ ചെയ്യണം. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ അവർക്കറിയാലോ. അപ്പൊ അതിന്റെ സവാബ് ഓരോ തുള്ളി പാലിനും ഓരോ അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം. എന്നിട്ടോ തീർന്നില്ല. മുലകുടി പ്രായം കഴിഞ്ഞാൽ ആകാശത്ത് നിന്നൊരു മലക്ക് വിളിച്ചു പറയുമത്രേ, അയ്യത്തുഹൽ മർഅതു, യേ പെണ്ണേ, ഇസ്തഇനിഫി ഫഖദ് കഫൈതിൽ അമല ഫീമാ മളാ, കഴിഞ്ഞ ദിവസം വരെ നീ ചെയ്ത അമലുകളെല്ലാം നിർത്തിക്കോ. അല്ലാഹു അതെല്ലാം സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ട് തന്നിരിക്കുകയാണ്. വസ്തഅനിഫി അൽ അമല ഫീമാ ബഖിയ, ഇനിയുള്ള ഭാവി ജീവിതത്തിന് വേണ്ടി നീ ഇനി അമലുകൾ പുതുതായി തുടങ്ങിക്കോ. ഒരു പെണ്ണ് ഗർഭം ധരിച്ച് മുല കൊടുത്ത് പ്രസവിച്ച് മുല കൊടുത്ത് ഈ 30 ദിവസം 30 മാസം വരെ ഇവൾ ഈ ത്യാഗം സഹിക്കുമ്പോ അല്ലാഹു തആല അന്ന് വരെയുള്ള മുഴുവൻ പാപങ്ങളും ക്ലിയർ ചാറ്റ് ഡിലീറ്റ് ആക്കി കളയുന്നു. അതാണ് ഈ പ്രസവിച്ച പെണ്ണുങ്ങളുടെ മുഖത്ത് നല്ല ഐശ്വര്യം. പാവം പുറത്തു കൊടുത്തു. ഹജ്ജിനൊക്കെ പോയിട്ട് വരുമ്പോ കയ്യവും ഉമ്മ പ്രസവിച്ചതുപോലെ അതാണ് അതിന്റെ ഭാഗ്യം കിട്ടിയത്. അപ്പൊ ഈ ഉമ്മാക്ക് അല്ലാഹു തആല ഇത്ര മഹത്വം കൊടുക്കാനുള്ള കാരണം എന്താ? 3 കാരണം. 1 ഹംലെ, ഗർഭം ചുമക്കുക. 2 വിലാദത്ത്, പ്രസവിക്കുക. 3 ഇർളാഅ, മുല കൊടുക്കുക. ഈ 3 ബാധ്യത ഉപ്പാന്റെ ബാധ്യതയല്ല, ഉമ്മാന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഈ കുട്ടി ഏറ്റവും കൂടുതൽ ഉമ്മയുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ മടിത്തട്ടിൽ വളർന്നു വരുന്ന ഈ മക്കൾക്ക് നിങ്ങൾ ആയത്തുകൾ ഓതി കൊടുക്കണേ, നല്ല വാക്കുകൾ പറഞ്ഞ് ശീലിപ്പിക്കണേ. അവരെ തർബിയത്തും തസ്കിയത്തും കൊടുത്ത് നിങ്ങൾ വളർത്തണേ. അവരെ മടിയിൽ വെച്ചിട്ട് നിങ്ങൾ സിനിമ കാണരുതേ, അവരെ മടിയിൽ വെച്ചിട്ട് നൃത്തം കാണരുതേ, അവരെ മടിയിൽ വെച്ചിട്ട് സീരിയൽ കാണല്ലേ. ഈ കുഞ്ഞുമക്കളുടെ കൽബിലേക്ക് ഇത് പെട്ടെന്ന് സേവിങ് ആവും കേട്ടോ. പിന്നീട് ഈ കുട്ടി വളർന്നു വന്നാൽ ഈ ഉമ്മയെ
അനുസരിക്കില്ല പെങ്ങളെ. ഇത് വെറുമൊരു വാക്കല്ല കേട്ടോ. അതാണ് മഹാന്മാര് പറയുന്നത്, ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോ ആ ഗർഭസ്ഥ ശിശുവിനെ ഉള്ളിൽ വെച്ചിട്ട് അവള് ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, തസ്ബീഹുകൾ നടത്തണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. എങ്കിൽ ആ പൊന്നുമകൻ വളർന്നു വരുമ്പോ ഈ മാതാപിതാക്കൾക്ക് ഗുണമുള്ള മകനായി വളർന്നു വരും. അങ്ങനെ ഒരു തർബിയത്ത് കൊടുക്കാത്തതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇതാ ആഴക്കടലിൽ മുങ്ങിത്താഴുമ്പോ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുകയാണ് തന്റെ മകൻ ഇതാ ആഴക്കടലിൽ ഇതാ മുങ്ങിത്താഴുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മകന്റെ അരികിലേക്ക് വഞ്ചി വള്ളം കപ്പൽ അങ്ങോട്ട് അടുപ്പിച്ചിട്ട് പൊന്നുമോനെ കേറടാ, യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. നിഷേധികളുടെ കൂട്ടത്തിൽ പെട്ടുപോകല്ലേ, ഈ ഉപ്പയാണടാ വിളിക്കുന്നത്, കേറി വാടാ പൊന്നുമോനെ എന്ന് വിളിച്ചിട്ട് ആ വാപ്പാന്ന് പോലും വിളിക്കാതെ ആ പിഴച്ചുപോയ മകൻ പറഞ്ഞു. കാലാമം പറയുകയാണ്, സഹാബീല ജബലി യഅ്സിമുനി മിനൽ മാ, ഞാൻ ഏതെങ്കിലും പൽപ്പ് ഏതെങ്കിലും മണൽപ്പുറ്റിലോ കല്ലിലോ ഏതെങ്കിലും ഒക്കെ സൈഡിൽ ഞാൻ പിടിച്ച് രക്ഷപ്പെട്ടുകൊള്ളാം, നിങ്ങൾ നിങ്ങളുടെ പാട്ടിൽ പോ മനുഷ്യ. അവൻ പഴിച്ചുപോയി. ആരാ പഠിപ്പിച്ചത്? ഉമ്മയും പഴിച്ചു, മോനെ പഴിച്ചു. എന്നാൽ പരിശുദ്ധമായ തന്റെ മടിയിൽ കിടത്തിയിട്ട് ഒരുമ്മ തന്റെ കുഞ്ഞിനെ വളർത്തിയ പാരമ്പര്യം ഇസ്ലാമിലുണ്ട് കേട്ടോ. ആരാണ്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ ബീവി ഹാജറ തന്റെ അരുമ മകൻ ഇസ്മായിലിനെ വളർത്തിക്കൊണ്ട് വന്നില്ലേ. വർഷങ്ങളായി മക്കളില്ലാതിരുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്ത പൊന്മുത്താണ്. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. ആ നിസ്വാർത്ഥതയുള്ള ആ സൽസ്വഭാവിയായ ആ സന്തോഷവും ആ സമാധാനവും സൗഹാർദ്ദവും നിറഞ്ഞ സഹനശീലവും നിറഞ്ഞ മകനെ അല്ലാഹു ഹാജറ ബീവിക്ക് സമ്മാനിച്ചപ്പോ ആ പൊന്നു പൈതലിന് വേണ്ടിയാണ് സഫാ മർവക്കടയിൽ അവള് ഓടിയത് കേട്ടോ. എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾ ഇന്ന് ഉംറയ്ക്ക് പോകുമ്പോ ഹജ്ജിന് പോകുമ്പോ സഫാ മർവയിലൂടെ നിങ്ങൾ ഓടേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പേ ഒരു പെണ്ണ് ഓടിയിട്ടുണ്ട് കേട്ടോ. അത് മഹതിയായ ഹാജറ ബീവിയാണ് കേട്ടോ. പക്ഷേ പുരുഷന്മാരെ, നിങ്ങൾ ആ പച്ച ലൈറ്റ് കാണുന്ന സ്ഥലത്ത് ഓടണം കേട്ടോ. നിങ്ങൾ ഓടിയേ മതിയാവൂ. കാരണം ആ സ്ഥലത്ത് കൊണ്ടുപോയി ആ ഭർത്താവ് അള്ളാന്റെ തീരുമാന പ്രകാരം മകൻ ഇസ്മായിലിനെയും മഹതിയായ ഹാജറയെയും നിക്ഷേപിച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് നിങ്ങൾ ഉംറയ്ക്ക് പോകുമ്പോ ഓടിയേ മതിയാവോ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാം വളർന്നു വലുതാവുകയാണ്. തർബിയത്ത് കൊടുത്തത് ഉമ്മയാണ്. അങ്ങനെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി. പക്വതയുടെ സമയമെത്തിയപ്പോ മഹാനായ പ്രവാചകൻ സ്വപ്നം കാണുകയാണ്. മോനെ, നിന്നെ അറുക്കണമെന്ന് എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനൈ ഇന്നി അറാ ഫിൽ മനാം അന്നി അൽബഹു ഫൻദുർ മാദാ തറാ അന്നി അൽബഹുക ഫൻദുർ മാദാ തറാ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിയുടെ അരികിലേക്ക് പോയിരുന്ന് ആ പൊന്നു മകൻ ഉറങ്ങുകയാണ്. മെല്ലെ ആ കവിളൊന്ന് ഉമ്മ വെച്ച് ആ നെഞ്ച് ആ തലയൊന്ന് തലോടിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്, പൊന്നു മോനെ, പൊന്നു മകനെ എന്നാണ് വിളിച്ചത്. യാ ബുനയ്യ, മകനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഉക ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ നിന്റെ ഉപ്പ അറുക്കുന്നതായി സ്വപ്നം കാണുന്നു മകനെ. ഫൻദുർ മാദാ തറാ. ആ 10 വയസ്സുള്ള 12 വയസ്സുള്ള പൊന്നു മോനാണ് ഉപ്പ ചോദിക്കുന്നത്. നിന്റെ അഭിപ്രായം ഒന്ന് പറയണേ മകനെ.
മില്ലി ചിന്തിച്ചില്ല കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ. എന്നെ അറുക്കാൻ പോവുകയാണോ ഉപ്പ എന്ന് പോലും ചോദിക്കാതെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ എന്ന പൊന്നുമോൻ ആ ഉപ്പയെ വിളിക്കുകയാണ്, യാ അബത്തി, എന്റെ ഉപ്പിച്ച, എന്റെ വാപ്പിച്ചി, എന്റെ പൊന്നുപ്പ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അങ്ങ് വർദ്ധിച്ചോ. അതാണ് സാലിഹായ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നതിന്റെ ഗുണം. മോനെ വിളിച്ചിരുന്നാണ് ഓതാൻ വിടാൻ പറഞ്ഞു, പോകില്ല, ഉമ്മ പഠിപ്പിച്ച് തെറ്റിപ്പോയി. എന്നാ ഒരുത്തനെ വിളിക്കണം, പള്ളിപ്പുറ ഞാൻ പോകാം ഉമ്മ. ഉമ്മ കൊടുത്ത തർബിയത്തും ഒക്കെയായി. മോനെ ഇവിടെ വാടാ, ഇപ്പൊ വരാൻ സമയമില്ല, ഉമ്മമാടെ പഠിക്കോ. ഉമ്മയുടെ തർബിയത്ത് തെറ്റിപ്പോയി. മോനെ അവിടെ വാടാ, എന്താ ഉമ്മ, ഉമ്മയുടെ തർബിയത്ത് ശരിയായി. വാപ്പല്ല, വാപ്പ സമ്പാദിച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയിരിക്കാണ്. ഈ കുട്ടിയെ വളർത്താനും സംരക്ഷിക്കാനും സംസ്കരിക്കാനും ഉപ്പാക്ക് സമയമില്ല. അതിന്റെ ഉത്തരവാദിത്വം കൂടുതൽ ഈ ഉമ്മയോടൊപ്പമാണ് ഈ കുട്ടി വളരുന്നത്. ഉമ്മയോടൊപ്പമാണ് കുട്ടി വളരുന്നത്. അതുകൊണ്ട് ഉമ്മൻ അബുൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഉമ്മൻ അബുൻ, ഉമ്മൻ അബുൻ, അറബിയിൽ നമ്മൾ പറയുന്ന വാക്ക് ഉമ്മുൻ അബുൻ. ഉമ്മൻ എന്ന് പറഞ്ഞാൽ എന്താ? അബുൻ എന്ന് പറഞ്ഞാൽ എന്താ? അബുൻ എന്ന് പറഞ്ഞാൽ അബാ. എന്താണ് സ്കൂളിൽ പോയത്? എന്താണ് മദ്രസയിൽ പോയത്? സ്കൂളിൽ നിന്ന് ഒരു എക്സ്കർഷന് വിളിക്കുന്നു. പാപ്പിച്ച, സ്കൂളിൽ നിന്ന് എല്ലാവരും എക്സ്കർഷന് കൊണ്ടുപോകുന്നു, ഒരു 600 രൂപ വേണം, മര്യാദ എക്സ്കർഷൻ, മഴയും വെള്ളം പിടിച്ചിടക്കുന്ന എക്സ്കർഷൻ. ഇവൻ കരഞ്ഞ് 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 നേരെ എങ്ങോട്ട് പോകും? അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഉമ്മ. എന്താ കാര്യം പറയണം? ഉമ്മയുടെ പാവാടയിലും കയറി പിടിച്ച്, ബ്ലൗസിലും കയറി പിടിച്ച് എല്ലാവരും എക്സ്കർഷനും പോകുന്നു. പാപ്പാട്ട് പൈസ തരുവില്ല, ഓടിച്ചു വിട്ട് എല്ലാരും പോകുന്ന ഉമ്മച്ചെന്ന് വാങ്ങി തരുവോ? അന്നീ കരയാതെ. ഉമ്മൻ എന്ന് പറഞ്ഞാൽ അമ്മ, ചേർത്ത് പിടിക്കുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. ഉമ്മയുടെ അടുത്ത് ഉമ്മ കരയില്ല, ഉമ്മയുടെ അടുത്ത് ഉമ്മ കരയില്ല. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്നാണ് ഉമ്മൻ, ഉമ്മ ചേർത്ത് പിടിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കുട്ടിയും ഉമ്മ നിരാശപ്പെടുത്തൂല, ഒരു കുട്ടിയും ഉമ്മ വേദനിപ്പിക്കൂല. അടിച്ചാലും പോയിട്ട് പിന്നെ ഉമ്മ കൊടുത്ത് സ്വീകരിക്കും, അവൻ ആവശ്യമുള്ളതൊക്കെ കൊടുക്കും. ഉമ്മ ചേർത്ത് പിടിച്ചിട്ട് പറയും, നീ കരയാതെ മക്കള് പോയി കിടക്ക്, ഞാൻ ഒപ്പിച്ചെടുത്ത് പറഞ്ഞ് ഞാനത് വാങ്ങിത്തരാം, അമ്മ പോയി കിടന്ന് ഉറങ്ങുക എന്ന് പറയും. അതാണ് ഉമ്മൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്രയും മഹത്വം. അതുകൊണ്ട് ഉമ്മാന്റെ കാലിനടി സ്വർഗം എന്ന് പറഞ്ഞത് വാപ്പാന്റെ കാലിനടി എന്ന് പറഞ്ഞു. വാപ്പ അവളെ ഇട്ടിട്ട് പോകാൻ സാധ്യതയുണ്ട്. അവളെ ഇട്ടിട്ട് പോയാലും ഉമ്മാണ് ഈ കുട്ടികളെ നോക്കേണ്ടത്, ഇല്ലേ? അവന്റെ കാലിന്റെ അടിയിൽ സ്വർഗം എന്ന് പറഞ്ഞതാ. നമ്മുടെ കാലിനടി ചെരുപ്പാണ്. മനസ്സിലായ? കുറഞ്ഞ കാര്യമല്ല, കുറഞ്ഞ കാര്യമല്ല ഉമ്മ ഉമ്മ ഉമ്മ. അതുകൊണ്ടല്ലേ കുട്ടി പ്രസവിച്ചോടനെ എന്ന് പറയുന്നുണ്ടോ? എവിടെയെങ്കിലും പറയുന്നുണ്ടോ? എന്താ കരയുന്ന? അങ്ങനല്ലേ കൂട്ടിൽ എന്നല്ല കറിയാം. കുട്ടി എപ്പോ കഴിഞ്ഞാലും വിളിക്കുന്ന ഉമ്മാന്നല്ലേ, ഉപ്പാന്നില്ല. കാരണം അറിയാൻ പറ്റില്ല മോനെ, ഉപ്പ നിന്നെ ഇട്ട് പോകുന്ന എപ്പോഴാന്നറിയില്ല. ഇതൊക്കെ കയ്യാൽപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് സംഭവം. നല്ല ഉമ്മ ഉമ്മ വിളി മൊത്തം. എപ്പോ കരഞ്ഞാലും, അത്ര അടി കിട്ടിയാലും, ഉമ്മ അടിച്ചാലും കരഞ്ഞാലും കുഞ്ഞു ഉമ്മ, അപ്പ അടിച്ചാലും കരഞ്ഞാലും ഉമ്മ, എല്ലാം ഉമ്മ ഉമ്മ. അവിടെ ഉമ്മ, ഉമ്മയുള്ള സ്നേഹം, അതാണ് മാതാവിന്റെ മഹത്വം. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, ഉമ്മമാരെ ഉപ്പമാരെ, നിങ്ങൾ ഒരിക്കലെങ്കിലും തമാശയ്ക്ക് പോലും കുട്ടികൾക്കെതിരെ ദുആ ചെയ്യരുത് കേട്ടോ. ഉമ്മ വിളിച്ചിട്ട് വന്നില്ല, നിന്റെ ഒടുക്കത്തെ കളി പണ്ടാരക്കാലം നീ ജീവിതത്തിൽ കളിക്കത്തില്ല, നീ ബാധ്യത ശരിയാക്കി തരാം. അവന്റെ ഒടുക്കത്തെ കളിയായിരിക്കും. ഉമ്മ ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കും, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. അവന്റെ ചാപ്പല്യല്ലേ, പയ്യനല്ലേ, കൊച്ചല്ലേ. നീ പാവാട ഇട്ട് അവിടെ കളിക്കാൻ പോയതാ. അന്ന് നീ നിന്റെ ഉമ്മ വിളിച്ചിട്ട് വന്നിട്ടില്ല. അപ്പൊ നിന്റെ കുട്ടി അങ്ങനെ തന്നെയാണ്. അപ്പൊ അവനെ സന്തോഷത്തോടു കൂടി അവനെ സ്നേഹിച്ച് വിളിക്കണം. അതാണ് അതിന്റെ രീതി. കുട്ടികളെ അങ്ങനെ സ്നേഹിക്കണം, കുട്ടികളെ എപ്പോഴും സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി അത്രയ്ക്ക് സ്നേഹിച്ചു. ഫാത്തിമ ബീവിയെ കണ്ടപ്പോൾ നബി എഴുന്നേറ്റു. നമ്മുടെ മക്കളെ കണ്ടെഴുന്നേറ്റുണ്ടോ? നമ്മുടെ മോളെ കണ്ടിട്ട് നമ്മൾ എഴുന്നേറ്റ ചരിത്രമുണ്ടോ? ഫാത്തിമ എന്ന പൊന്നുമോളെ കണ്ടിട്ട് നബി എഴുന്നേറ്റു, ആദരിച്ചു, ബഹുമാനിച്ചു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയ്ക്ക് ബഹുമാനിച്ചു. സ്നേഹിക്കണം മക്കളെ, സ്നേഹത്തിന്റെ വാക്കുകൊണ്ട് അവരെ സ്വീകരിക്കണം, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം, നിർവഹിച്ചു കൊടുക്കണം.
തിന്നാൻ പറ്റാത്ത സാധനം, കൊടുക്കാൻ പറ്റാത്ത സാധനം മക്കളെ പിന്നെ തരാൻ വാപ്പിച്ച പിന്നെ മേടിച്ചാൽ നമുക്ക് ഇപ്പൊ വാപ്പിച്ച കയ്യിൽ പൈസ കൂട്ട. ഐസ്ക്രീം പറയണം മക്കളെ, അത് അങ്ങനെ ഇപ്പൊ ഐസ്ക്രീം പറ്റില്ല, അപ്പൊ മര്യാദ ഉണ്ടാവില്ല. ഐസ്ക്രീം തൊട്ട വേദന കൊറോണ ഉണ്ടാകും കിടന്നോ കേട്ടോ കുറെ ഐസ്ക്രീം അങ്ങനെ പറയരുത് മക്കളെ. പിന്നെ മേടിച്ചാലാക്കളെ വാപ്പിച്ചിക്ക് പൈസ പൊന്നെ ചക്കരല്ല 2 ഉപ്പാല കൊടുക്കും, അവൻ വേണ്ടതില്ല. പിന്നെ കൂടുതൽ കളിക്കുമ്പോൾ മൊബൈൽ എടുത്ത് കൊടുത്തേച്ചാൽ മതി, സമാധാനം. അത് ഏറ്റവും വലിയ ഐസ്ക്രീം ഈ മൊബൈലാണ്. അതവന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവന് വേറെ ഒരു സാധനവും ദുനിയാവിൽ വേണ്ട, ഒരു സാധനവും വേണ്ട. ആലപ്പുഴ പ്രസംഗം 10 സംഘാടകന് 10 പിരിവൊന്നുമില്ല. രക്ഷപ്പെട്ടു. അല്ല ഇതുപോലത്തെ ഒരു പ്രസംഗമാണ് ഞാൻ ആഗ്രഹിക്കുക. അടച്ചവന റബ്ബേ, എന്നാ നമുക്ക് രണ്ടോടെ ഒരു പ്രസംഗിക്കാം പ്രാകത്തല്ലേ അല്ലേ? ചാപ്പാടുണ്ടോ എല്ലാവരും? മറ്റന്നാളേ ഉള്ളൂ. ഇന്നത്തെ മറ്റന്നാളത്തേക്ക് മാറ്റി വെച്ചു. പക്ഷെ ഇന്ന് വെച്ചിരുന്നേ മഴയാൻ ആൾക്കാർ ഉണ്ടേ വെല്ലില്ല, മറ്റന്നാളേ ഉള്ളൂ. നിങ്ങളിങ്ങനെ സംഘാടകർ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന നടക്കുന്നത് കണ്ടപ്പോൾ ഇനി ഒരു പക്ഷേ ഇനി വല്ല പിരിവോ ചാപ്പാട്, കാരണം ഞാനിങ്ങനെ പ്രസംഗിക്കാൻ അറിയില്ല. അപ്പൊ ദ്വാരക്കെട്ടല്ല രക്ഷപ്പെട്ട്. അപ്പൊ നമ്മുടെ വണ്ടിയിലൊക്കെ നേരത്തെ റെഡിയായിട്ടില്ല, എല്ലാം കൊണ്ടു കൊടുത്തിട്ടുണ്ടത്. അൽഹംദുലില്ലാ. എന്താ മഴയൊക്കെ പോയി അള്ളാഹുത്താല മൊയ്തീശ്വരന്ന പടക്കത്തുകൊണ്ട് മഴയൊക്കെ പോയുണ്ടാ. അതാ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എനിക്ക് കറാമത്തുണ്ടായോ? എന്റെ കറാമത്തല്ല കേട്ടോ, ഫിലിമിന്റെ സദസ്സിന്റെ പറക്കുന്നതാണ്. ദുആയ്ക്ക് ഇജാബത്താണ്. ഭയങ്കര പൈസ ഒന്നും ഇല്ലാതെ ഒപ്പിട്ടുണ്ട്. ഒരു നേരത്തെ പള്ളിയിലെ ഈ പള്ളിയിലേക്കോ സോളാർ സരിതയെ വിളിച്ച് അപ്പൊ സോളാർ കിട്ടില്ല. ഇതിപ്പോ എന്താണ് വലിയ പാടാണ്. അൽഹംദുലില്ലാ. അപ്പൊ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനത്തിന് ബാക്കി വെച്ച് ഒരു സരിതയെ പ്രദർശിപ്പിക്കാൻ, ഒരു സോളാർ പ്രദർശിപ്പിക്കാൻ ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് മറിഞ്ഞതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി. നല്ലവരുടെ അപ്പം പിന്നെ ഈ പറയുന്ന പോലെ കറണ്ടിയാറോടൊക്കെ നമുക്ക് KSEB-യിലേക്ക് നമുക്ക് ഇതിന്റെ പൈസ ഒക്കെ ഇത് വിട്ട് കാശാക്കുകയും ചെയ്യാം. അപ്പൊ ഒരു സോളാർ നമ്മുടെ ഈ പള്ളിക്കല്ലേ തയ്ക്കാവിന് വേണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായിട്ട് സഹായിക്കണം. ഇപ്പൊ പിരിക്കണ്ട, ഉസ്താദ് സഹകരിക്കണം എല്ലാം ഒന്ന് പറഞ്ഞേരേ. അൽഹംദുലില്ലാ സഹകരിച്ചോളുമല്ലോ. വേണം ചോദിച്ചു 5 ലക്ഷം രൂപയുടെ കൈപ്പാടെ പിരിച്ചു കൊടുക്കാം. പക്ഷെ വേണ്ട, കുറച്ചുകൂടെ പ്രസംഗിക്കാം. 10 മിനിറ്റ് പറയട്ടെ, 5 മിനിറ്റൂടെ. അടുത്ത മഴ വരുന്ന മഴയൊക്കെ പോയി ഇപ്പം പോകും. അപ്പൊ ഇൻഷാ അല്ലാഹ് സോളാർ എല്ലാവരും നിയത്ത് ചെയ്യണം കേട്ടോ. 5 ലക്ഷം രൂപ വരുമെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടെ നിയത്ത് ചെയ്ത് നമ്മുടെ പള്ളികൾക്ക് അത് എത്രയും വേഗം അൽഹംദുലില്ലാ അത് വാങ്ങി കൊടുക്കണം. നല്ലതാണ്. അപ്പൊ പള്ളി AC ഒക്കെ ആക്കാൻ പറ്റും, റാഹത്തായിട്ട് സ്വസ്ഥമായിട്ട്. ഇപ്പൊ എല്ലാ പള്ളി ഇപ്പൊ AC ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിലേക്ക് എല്ലാവരും വേണ്ടതുപോലെ സഹായങ്ങൾ നൽകണം. ഈ നല്ല ഒരു സുദിനത്തിൽ അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാരും നിയത്ത് ചെയ്യില്ലേ? നിയത്ത് ചെയ്തില്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു ഹബീബ് ഓക്കെ കേട്ടോ. എല്ലാവരും ഒരു 6,600 ചോദിക്കട്ടെ, ആരും തരുമോ? അല്ല ആരെങ്കിലും ഇത് പിരിവ് തുടങ്ങി വണ്ണം വെച്ചാലേ ചിലപ്പോൾ ആരെങ്കിലും നമ്മൾ അതിന് പിന്നെ നിങ്ങൾ ഇനി പിരിക്കുമ്പോൾ എനിക്കാണ്ട് കൂലി കിട്ടും ഇല്ലയോ? അല്ല ഇപ്പൊ കൊടുക്കണമെന്നല്ല, അത് അവർ പിന്നീട് അവർ നടത്തും ഇല്ലയോ? ആരെങ്കിലും ഒരാൾ തുടക്കത്തിൽ ഫസ്റ്റ് ഒരു 6,666 രൂപ. ആരാ പേര്? ഷരീഫ് സലീം കൊലോ തക്ബീർ. മാസ്ജിദിന്റെ കഷ്ടം പോയി. ഇനി അയാൾക്ക് ഇതിന്റെ ഒക്കെ തുടർച്ചയാണ് തുടങ്ങി വയ്ക്കാം. ബർക്കത്തായ മജ്‌ലിസിൽ നിന്ന് നമ്മൾ ഏത് കാര്യവും ഒക്കെ തുടങ്ങി. ഇന്നലെ ഞാൻ കോരിച്ചൊരിയുന്ന മഴ കാര്യം പറഞ്ഞില്ല. 10 സലാത്ത് ചൊല്ലി സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് മഴ നിന്നു. 5 പവന്റെ സ്വർണ്ണം അവിടെ പിരിച്ചെടുത്തു. കല്യാണം ഇന്നലെ തന്നെ നടന്നൊരു കല്യാണം തിരുവനന്തപുരത്ത്. ഇതൊക്കെ അല്ലാഹു തആല ഈ ഇൽമിന്റെ സദസ്സിൽ വലിയ ബർക്കത്ത, മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും.
അപ്പൊ അതിന്റെ ബർക്കത്ത് കൊണ്ട് വലിയ ഖൈറുണ്ടാകും. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു സഹോദരൻ സലീം, അല്ലാഹുവേ സ്വീകരിക്കണേ പടച്ചവനെ, ഖബൂലാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ പള്ളിയെ പ്രകാശിപ്പിക്കുന്നവന്റെ ഖബർ നീ പ്രകാശിപ്പിക്കണേ പടച്ച റബ്ബേ. അദ്ദേഹത്തിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ കാര്യങ്ങൾ ഏറ്റെടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ ഖബറിടത്തിലേക്ക് റബ്ബേ ഇതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണമേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് ഒരാൾ രണ്ടുപേരുടെ പറഞ്ഞു, 3 പേരിൽ നമുക്ക് നിർത്താം, ബാക്കി പിന്നെ ഒരു ബർക്കത്തിന്. ആ പേരെന്താ? അൻസാരി, അൻസാർ. അൽഹംദുലില്ലാഹ് മക്കയിൽ നിന്ന് മുഹാജിരികൾ വന്നപ്പോ അൻസാരികളാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഈ പരിശുദ്ധമായ മജ്ലിസിൽ വെച്ച് മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആ സഹോദരന്റെ സ്വതഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ ഖബറിനെ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. വാഹിദ് നഫർ ബാക്കി വെറൈറ്റി മാർബിൾ. അൽഹംദുലില്ലാഹ്. പുതിയ കടയുടെ പേരെന്താണ്? മൊസോട്ടോ മാർക്കറ്റാ? ആ ബർക്കത്ത്. ആ അതെവിടെ സ്ഥലം? ഇടപ്പള്ളി കോട്ടയിൽ ബർക്കത്ത് എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു മാർബിൾ ടൈംസ് തുടങ്ങുന്നുണ്ട്. ഇപ്പൊ വവ്വാക്കാവിലുണ്ട് വെറൈറ്റി മാർബിൾസ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വില കുറച്ച് തരും, ധൈര്യമായിട്ട് പോയിക്കോളി. എന്റെ പേര് പറഞ്ഞാൽ മതി. വില കുറച്ചില്ലേ എന്നെ അപ്പോൾ അവിടെ നിന്നോട്ട് വിളിക്കണം ഇൻഷാ അല്ലാഹ്. ഒരുപാട് പള്ളികൾക്കും മറ്റു കാര്യങ്ങൾക്കും ചെയ്യുന്ന വ്യക്തികളാണ്. അല്ലാഹുവേ അദ്ദേഹം അവരെ നിയത്ത് ചെയ്തു 3 പേര് കേട്ടാ. 3 പേര് മതി. ഇനി തുടങ്ങി ചിലപ്പോൾ 5 ലക്ഷം ഇപ്പൊ തന്നെ കിട്ടും. വേണ്ട, കുറച്ച് പ്രസംഗിക്കണം. അത് എന്താ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ? കൊണ്ട് വധുവാരം തരാം. മൈക്ക് സെറ്റ് ആയതേ ഉള്ളൂ. ഇത്രയും വലിയ സെറ്റ് നല്ല മൈക്ക് സെറ്റാണ്. അല്ലാഹു തആല തുരുമ്പൂടിക്കാതെ സഹായിക്കട്ടെ. അപ്പൊ അതിനൊക്കെ നമ്മൾ ദ്വാരക്കണമെങ്കിൽ 12,000 രൂപ കുറഞ്ഞു തരണ്ടേ? മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആയതുകൊണ്ട് 2,000 രൂപ ഇല്ലേ? അത്രയുണ്ട്. അൽഹംദുലില്ലാഹ് അദ്ദേഹം 1000, 1500 ഒരാൾ. അപ്പൊ നമ്മുടെ വെറൈറ്റി ഒരു സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ, കരുണയുള്ള നാഥ, റഹ്മാനായ അല്ലാഹ്, ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് ആ സ്ഥാപനങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. നിന്റെ റഹ്മത്ത് ഇറക്കി കൊടുക്കണേ അല്ലാഹ്, ബർക്കത്ത് ഇറക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ആ ബർക്കത്ത് മാർബിൾ എന്ന് തുടങ്ങുന്ന സ്ഥാപനം അല്ലാഹുവേ നിന്റെ ബർക്കത്ത് കൊണ്ട് ആ സ്ഥാപനത്തെ, അവിടെ ജോലി ചെയ്യുന്നവരെ, അതിന്റെ പങ്കാളികളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ മുസീബത്തുകളിൽ നിന്നും കഷ്ടനഷ്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്, സഹായിക്കണേ അല്ലാഹ്. 1500 1000 തന്ന സഹോദരങ്ങൾ അല്ലാഹുവേ അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളെ നിറവേറ്റണേ പഠിച്ചവനെ. അവരുടെ വിഷമങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. അവരുടെ ബിസിനസ്സിൽ നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. റഹിയാനത്ത് അല്ലാഹ് മാഷാ അല്ലാഹ്. റൈഹാന അല്ല സ്വർഗത്തിലത്തെ പൂ. അപ്പൊ 4 പേരായി. അപ്പൊ ഒരെണ്ണം കൂടെ 5 ആക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഒറ്റ അതാണ്. ഇന്നല്ലാഹു വിത്റുൻ യുഹിബ്ബുൽ വിത്ര. അല്ലാഹുവേ പടച്ചവനെ, റഹ്മാനായ അല്ലാഹ്, ആ സഹോദരിയുടെ ആഗ്രഹം നീ സഫലമാക്കണേ അല്ലാഹ്. ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ നീ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ റബ്ബേ. അവരുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന സാലിഹായ മക്കളാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഒരു സഹോദരിയും കൂടെ അവിടെ നിന്ന് പറഞ്ഞ 5 ആയി. 3 ആണും 2 പെണ്ണും. ഒന്ന് ചോദിച്ചിട്ടു 5 തീർക്കണം കേട്ടോ. 5 6 5 30. ആരാ പറഞ്ഞ ഒരെണ്ണം കൂടെ അടിച്ചിട്ടോ? ഒറ്റോടോ കേട്ടോ. കുറച്ചുകൂടെ ഒരു 10 മിനിറ്റ് പറയാം. ദ്വാരക്കണോ?
കേട്ടോ മണിക്കൂർ വന്നു കഴിഞ്ഞാല് മീറ്റർ JCB ഓട്ടാ സംഭവം ഉദ്ദേശിക്കുന്ന പോലെ ഒരെണ്ണം കൂടെ ഉണ്ടോ കേട്ടോ, ഒരെണ്ണം കൂടെ, 5 ബിസ്മില്ലാ. സഹോദരൻ ചോദിച്ചു 2 എണ്ണം അവിടെ നിന്ന് കിട്ടിയാൽ കൊള്ളാം. ഒരു 3 ആണും 2 പെണ്ണും. നാളെ കബറിൽ നല്ല പ്രകാശമായി. ബഹുമാനപ്പെട്ട സഹാബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ഒരു സഹാബി ഒരു വിളക്ക് കൊണ്ട് കൊടുത്തു. ആ സഹാബി ആ വിളക്ക് കൊണ്ട് കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നവ്വറല്ലാഹു ഖബറക കമാ നവ്വറത ഹാദൽ മസ്ജിദ. ഈ മസ്ജിദിനെ നീ പ്രകാശിപ്പിച്ച പോലെ അല്ലാഹു നിന്റെ ഖബറിനെ പ്രകാശിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ നമ്മുടെ ഈ മസ്ജിദിനെ പ്രകാശിപ്പിക്കുന്നവരെല്ലാം അവരുടെ ഖബറുകളെയും അല്ലാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഒരെണ്ണം കൂടെ കേട്ടോ, ഒരെണ്ണം വന്നാ. ഓ, ഇവിടുത്തെ പെണ്ണുങ്ങൾ വളരെ ഉഷാറാന്നല്ലേ. കാണുന്ന പോലെയല്ല, കണ്ട വെറുമല്ലാത്ത ഫക്കീറിനെ കൊണ്ടിരിക്കുകയാണ്. 6266 മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. മരിച്ചുപോയ മുഹമ്മദ് കുഞ്ഞിന്റെ ഖബറിലേക്ക് അങ്ങനെ തന്നെ നിയത്തി. അൽഹംദുലില്ലാ. അതാണ് ആ പറഞ്ഞത്. അല്ലാഹുവേ, പടച്ചവനെ, കരുണയുള്ള നാഥാ, റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, ഈ സമയം മുതൽ ആ ഖബറിനെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഖബറിന്റെ അദാബ് ദൂരീകരിക്കണേ അല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ ഈ മസ്ജിദിനെ പ്രകാശിപ്പിച്ചതുപോലെ ആ ഖബറിനെ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ അല്ലാഹുവേ, ആ മരണപ്പെട്ട വ്യക്തിയുടെ ഖബറിനെ നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ആരാണോ ഈ സദഖ നൽകിയത് ആ സഹോദരിയെയും ആ കുടുംബത്തെയും അവരുടെ മക്കളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. എല്ലാവിധ ആപത്ത് ബല മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നിസാർ മൈദീൻ 1500, നസീല ഹാഷിം 2000 രൂപ. പടച്ചവനെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ പാവങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണേ പടച്ച റബ്ബേ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒഴിവാക്കണേ അല്ലാഹ്. അവരുടെ മക്കളെ നീ സ്വാലിഹീകളാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. സീനത്ത് 1000, നിഷ അരി വാങ്ങാൻ ഇതൊക്കെ നേരത്തെ കിട്ടിയ അരിയുടെ വസ്തു വാങ്ങാൻ ഒന്നോ. എന്തായാലും അവിടെ സദഖ സ്വീകരിക്കട്ടെ. അലി അക്ബർ 5000 അല്ലേ? അതാണ് അലി അക്ബർ കേട്ടോ. അതായത് 6666 പറഞ്ഞൂടെ ഈ അലി അക്ബർ? ഇത്രയും പേര് 6666 പറയുന്നത്. അങ്ങനെ പറ. അൽഹംദുലില്ലാ. അലി അക്ബർ 6666. അല്ലാഹുവേ, പടച്ചവനെ സ്വീകരിക്കണേ റഹ്മാനെ. അങ്ങനെ പറഞ്ഞോ നമ്മൾ പറയണം. മാഷാ അല്ലാഹ്, നല്ല ആളുകളാണ് കേട്ടോ. നല്ല മഴ നിന്നത് ഫെയറായി. മഴ കൊണ്ടിട്ട് വരണ്ടെന്ന് വിചാരിച്ച പടച്ചവനെ നീ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. വിദേശത്താണ്, ആ പ്രവാസ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാഹ്. ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഹക്കീം 1000, ഷീജ നിസാം 2000, അബ്ദുൽ ലത്തീഫ് 1000, ഷഅബാനത്ത് 1000. അല്ലാഹുവേ, ആ സഹോദരങ്ങളുടെ സദഖ നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ പടച്ച റബ്ബേ. വിഷമങ്ങളും പ്രയാസങ്ങളും ഒഴിവാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. മുസ്തഫ എന്ന സഹോദരൻ 7777 രൂപ. ആണോ? 7001 7777 ഇരിക്കട്ടെ. 6666 പറഞ്ഞു. അത് തന്നെ. അൽഹംദുലില്ലാ. എല്ലാം ഖജാൻജി അതാന്ന് തോന്നുന്നു. 77 മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഖുലൂ തക്ബീർ.
അല്ലാഹുവേ പടച്ചവനെ നീ അനുഗ്രഹിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. നിസാം അതെന്താ 5000 നിസാമ ആരാ നിസാം 6566 അല്ലേ? ആ പറഞ്ഞോളി. കൈ പൊക്കിക്കോ പൊക്കിക്കോ ഒരു തക്ബീർ. പ്രസംഗം നടക്കുന്നില്ല, പിരിയാണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ സോള ഈ 2 എസ് തുടക്കത്തില്. അല്ലാഹുവേ പടച്ചവനെ സ്വപ്നത്തിന്റെയും അതും എസ് എല്ലാ എസിന്റെ ഒരു കളി തന്നെയാണ് ഇത് സംഭവം. അൽഹംദുലില്ലാഹ്. നിസാമു 6666 ജ്യേഷ്ഠ. അൽഹംദുലില്ലാഹ്. കൈമടക്ക് കൊള്ളാക്കട്ടെ, തുടങ്ങി നിങ്ങൾ കൈമടക്ക് കൊള്ളാക്കട്ടെ. ഇതിപ്പോ വന്ന വായിച്ച് ഹുസൈൻ 2000, ഓമനക്കുട്ടൻ 1000. കണ്ട നമ്മുടെ സഹോദരനാണ്. അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കട്ടെ, കുടുംബത്തിൽ ഐശ്വര്യവും ബർക്കത്തും അല്ലാഹു നൽകട്ടെ. ഷിഹാബ് 2000, നിസാർ 1000, ജമീല ബീവി ഉദ്ദേശിച്ച കാര്യം 2000 രൂപ. ഉദ്ദേശിച്ച കാര്യം തമ്പിയാവണം എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ കൂടുതൽ വേണം. പിന്നെ ഇത് ശരിയാവും, ഇത് താമസിക്കും. ശരിയായി കഴിഞ്ഞിട്ട് നിങ്ങൾ അവരുടെ ബാക്കി കൂടെ എത്തിച്ചു കൊടുക്കണം. അല്ലാഹുവല്ലാതെ കബൂലാക്കി കൊടുക്കട്ടെ, കബൂലാക്കി കൊടുക്കട്ടെ. അനീസ് കുന്നേൽ 2000 കണ്ണേൽ 2000 ഇല്ലയോ? ഇപ്പുറത്തൊരു 5 പോലെ കിടക്കുന്ന 52,000 അല്ലല്ലോ. അല്ലാഹുവേ മരണപ്പെട്ട പിതാവിന്റെ ഖബറിലേക്ക് അതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ പടച്ചവനെ. മഗ്ഫിറത്ത് മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഇത്രയും പേര് മാഷാ അല്ലാഹ് പറഞ്ഞതുണ്ട്. അവന് ബർക്കത്ത് എനിക്ക് കിട്ടും. നീ ഇതിന്റെ പൈസ ആരെല്ലാം കിട്ടിയാലല്ലേ? അതാണ് ഇപ്പോൾ 1,00,000 രൂപ നിമിഷം നേരം കൊണ്ട് കിട്ടി. ഇപ്പൊ തന്നെ പറഞ്ഞാൽ കിട്ടും. അവിടെ പിന്നെ വരികയാണ്. ആ നീ പ്രസംഗിക്കട്ടെ, നമ്മൾ ദുആരക്കാം. മതിയില്ല, നമുക്കിനി അടുത്തതിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ മതി. അന്നേരം നമുക്ക് ഇത് കൊള്ളാം. ഈ പിരിവില്ലാത്ത പ്രസംഗം എനിക്ക് ഭയങ്കര സന്തോഷം. നല്ല പോലെ പ്രസംഗിച്ചു തരാം, എത്ര മണിക്കൂർ വേണമെങ്കിലും പ്രസംഗിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഈ പിരിവില്ലാത്തൊരു കാര്യം നേരത്തെ കാണാൻ പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മിണ്ടൂലായിരുന്നു. എല്ലായിടത്തും ഈ സാധനം കാണും, അതുകൊണ്ട് പറഞ്ഞു പോരാ. പിരിവ് നേരത്തെ ഒരു അറിവ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ബഷീറുദ്ദീൻ 1000 രൂപ തൊട്ടടുത്ത അയൽപക്കത്ത്. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഇബാദത്തുകൾ സ്വീകരിക്കണേ പടച്ചവനെ. ആരോഗ്യം സലാമത്ത് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അടുത്ത് എഴുതിക്കൊണ്ട് വരുന്നുണ്ട്. അതിന് മുമ്പ് 1-2 കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ മക്കളൊക്കെ ഇന്ന് വഴിതെറ്റുന്ന യുവത്വമല്ല, എല്ലാം എഴുതി വെച്ചിട്ട് പറഞ്ഞാൽ മതി. ആ വഴിതെറ്റുന്ന യുവത്വം പതുക്കെ കയറി വരുള്ളൂ സംഭവം. ചൂടായി പറഞ്ഞ ഒറ്റയടിച്ച് അങ്ങനെ വഴിതെറ്റിച്ച് വിടാൻ പറ്റൂല്ലോ. മക്കളെ ഗർഭിണിയാക്കി പ്രസവിച്ച് വളർത്തി കൊണ്ടുവന്ന് വേണ്ട വഴിതെറ്റിക്കാൻ. അല്ലെങ്കിൽ അതിനടുത്ത് അപ്പോഴത്തേക്ക് സമയം അതാണ് 2 ദിവസം വെക്കണം പ്രസവം. ആ അതാണല്ലോ അത് ഏറ്റവും നല്ല കാലാവസ്ഥ അല്ലാഹു തആല നമുക്ക് നൽകി. അൽഹംദുലില്ലാഹ്. മജ്‌ലിസിന് വലിയ ബർക്കത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നിരുന്ന മുഴുവൻ പേർക്കും അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും സലാമത്തും നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അത് ബാക്കി എഴുതി തന്നാൽ മതി, ഞാൻ ദുആ ചെയ്യുമ്പോൾ ലാസ്റ്റ് ചേർത്ത്. അപ്പൊ അത് ബാപ്പ പറഞ്ഞതനുസരിച്ച് ഉമ്മ പറഞ്ഞാണ്ട് തർബിയത്ത് കൊടുത്തപ്പോൾ അതനുസരിച്ച് ആ കുട്ടി വളർന്നു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഉമ്മമാര് നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരാണ്. വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഫോൺ എല്ലാ കുട്ടികളുടെ കയ്യിൽ നിന്ന് മാതാപിതാക്കൾ വാങ്ങി വെക്കണം. അത് വെക്കണം. അതാണ് ഏറ്റവും കൂടുതൽ നെടങ്ങേറി ഈ ഒരു സാധനമാണ്. എല്ലാം മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. പോട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും നമ്മുടെ മക്കളെ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമ്മുടെ മക്കൾ ആഖിറത്തിൽ നമുക്ക് ഗുണമുള്ള മക്കളായി മാറണം. അതാണ് നമുക്ക് വേണ്ടത്. ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. മക്കളും സമ്പത്തും ഫിത്നയാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്.
പരിശുദ്ധ ഖുർആന്റെ വാക്കായത്. വെറുതെ അങ്ങനെ പറയില്ലല്ലോ. ഈ സമ്പത്തിലൂടെയാണല്ലോ ഈ മക്കളെ പഴിച്ചു പോണത്. ഈ സമ്പത്തിലൂടെയാണ് ഈ മക്കളെ പഴിച്ചു പോകുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെ മക്കൾ തന്റെ സമ്പത്ത് അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ആഖിറത്തിന് വേണ്ടി മക്കൾക്ക് മാതാപിതാക്കളെ തന്നെ ചെയ്തു വെച്ചോണം. അതാണ് അവർ വേണ്ടത്. ഇന്ന് ഈ സമ്പത്ത് കൂടുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ലഹരി. ഇതാണ് എന്റെ പിള്ളേരുടെ പുലൂസ. സമ്പത്ത് ഫിത്നാൻ അല്ലാഹ് പറഞ്ഞ വെറുതെയാണോ? 300 ഗ്രാം സാധനത്തിനൊക്കെ 1700 കോടി രൂപ. നമ്മൾ 1700 രൂപ കാണാൻ വേണ്ടി കൊതിക്കുന്നത്. 1700 കോടി രൂപ ഒരു പെട്ടിയോട്ടം വിളിക്കണം. ഒരു 300 ഗ്രാം സാധനത്തിന് അതങ്ങാണ് ഒരു 3 കിലോ ആയിരുന്നെങ്കിൽ ടോറസിലെ പൈസ കയറുന്നുണ്ട്. എന്താ ഈ സാധനം നമുക്ക് മുടി കിട്ടുന്നില്ല. ഇതെന്താണ് ഈ സാധനം എന്നറിയില്ല. നമ്മളുടെ കുട്ടികളുടെ കൈകളിലെല്ലാം ഇത് തന്നെയായി പോയി സംഭവം. ഒരു പിടുത്തവും കിട്ടുന്നില്ല. പടച്ചവനെ വന്ന് കേക്കിനകത്ത് പ്ലംസ് കേക്കിൽ അതിനകത്ത് വരെ ഈ സാധനം എത്തിയെന്നാ പറയുന്നത്. പടച്ചവനെ ഈ മക്കളൊക്കെ അതങ്ങാണ് കേക്കെങ്ങാണ് തിന്നിട്ട് നാളെ എന്റെ രക്തമെന്ന് ആലോചിച്ച്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം വളരെ ഗൗരവത്തോടെ പറയുന്നത്. എന്താ പറഞ്ഞത്? മദ്യപിക്കുന്നവരെ കുറിച്ച് പറഞ്ഞല്ലോ. ഒന്നിന്റെ അടിയിൽ മാത്രം പറയാം. വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കൊന്നും കടക്കുന്നില്ല. 2 സംഭവം മാത്രം പറഞ്ഞു നമ്മുടെ മക്കളെ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് മരിച്ചുപോയ ഒരു വ്യക്തിയെ നമ്മുടെ പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടടക്കിയാൽ ആ ബാക്കിയുള്ള ഖബറാളികൾക്ക് പോലും ശിക്ഷയുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായോ? ആലോചിച്ചു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദ്ഫനൂ മൗതാകും വസതഖൗ മിൻ സാലിഹീൻ. കണ്ടോ? നിങ്ങളുടെ മയ്യത്തുകളെ സ്വാലിഹീങ്ങളുടെ ഖബർസ്ഥാനിൽ അടക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വജന്നിബൂഹു ജാറസൂ. അഹങ്കാരികളുടെ മയ്യത്ത് ആ മുസ്ലിം ഖബർസ്ഥാനിൽ നിന്ന് മാറ്റിയടക്കണേ. സാലിഹീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി പറയുകയാണ്, എന്റെ മകൻ മരണപ്പെട്ടു പോയി. ഞാൻ എന്റെ മകൻ കുഞ്ഞു പൊന്നുമോൻ, അവൻ 2 വയസ്സ് 3 വയസ്സിൽ എന്റെ മകൻ മരണപ്പെട്ടു പോയി. അവന്റെ മയ്യത്ത് ഞാൻ മുസ്ലിം പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടടക്കി. കുറെ നാളുകൾക്ക് ശേഷം കുറെ നാളുകൾക്ക് ശേഷം എന്റെ മകനെ ഞാൻ സ്വപ്നത്തിൽ കാണുമ്പോ അവന്റെ തലമുടി മുഴുവനും നരച്ചിരിക്കുകയാണ്. കൊച്ചുകുട്ടി തലമുടിയോടെ നരയ്ക്കാണ്. ആ കൊച്ചുകുട്ടിയെ കൊണ്ട് അടക്കി കുറെ നാളുകൾക്ക് ശേഷം ഞാൻ സ്വപ്നത്തിൽ നോക്കുമ്പോ ആ പൊന്നുമോന്റെ തലമുടി മുഴുവനും നരച്ചിരിക്കുന്നു. ഈ ഉപ്പ മകനോട് ചോദിക്കുകയാണ്, യാ ബുനയ്യ, മകനേ, ദഫൻതുക വഅന്ത സഗീർ ഫമാ ശയ്യബക. മകനെ, നിന്നെ നിന്റെ ഉപ്പ അടക്കിയപ്പോ നിന്റെ തലമുടി നരച്ചില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഈ ഉപ്പ സ്വപ്നത്തിൽ കാണുന്നു നിന്റെ തലമുടി മുഴുവനും നരച്ചതായി. ഫമാ ശയ്യബക, നിന്നെ നരയിപ്പിച്ച വസ്തുത ഏതാണ് മകനെ? ഉടനെ ആ കുട്ടി പ്രതികരിക്കുകയാണ്, യാ ബത്തി, എന്റെ ഉപ്പ, ദുഫിന ഇലാ ജാനിബി റജുലുൻ മിമ്മൻ കാന യശ്റബുൽ ഖംറ. എന്റെ ഖബറിന്റെ അരികിലുള്ള ഒരു ഖബറിലേക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലഹരി ഉപയോഗിച്ച ഒരു വ്യക്തിയുടെ മയ്യത്താണ് കൊണ്ടുവന്നടക്കിയത്. അവന്റെ മയ്യത്ത് ആ ഖബറിലേക്ക് കൊണ്ടുവരുമ്പോ ആ നരകം ഭയങ്കരമായി ദേഷ്യപ്പെടുകയും ഭയങ്കരമായി
നിശിതമായി അട്ടഹസിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഉമ്മയോട് ഉപ്പയോട് ആ കുട്ടി പറയുകയാണ്, ഈ ഖബർസ്ഥാനിൽ ഏതെല്ലാം സാലിഹീങ്ങളുണ്ടോ, കുട്ടികളുണ്ടോ, അവരുടെ മുഴുവൻ പേരുടെ തലമുടി അതോടെ നരച്ചുപോയി ഉപ്പാ. ഒരു മദ്യപാനിയെ കൊണ്ടുവന്ന് ആ പള്ളിയുടെ ഖബർസ്ഥാനിൽ അടയ്ക്കവേ ഉള്ളൂ, മുഴുവൻ പേർക്കും അതിന്റെ പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയുണ്ടായി, നബിയേ, എന്തുകൊണ്ടാണ് ഈ ഖബർസ്ഥാനിൽ നിന്ന് ഇവരെ മാറ്റിയടക്കാൻ വേണ്ടി പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലേ, അവരുടെ ഖബറിൽ ഇറങ്ങുന്ന ശിക്ഷയുടെ പ്രതിഫലനം മറ്റുള്ളവർക്കുണ്ടാകുമോ? നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദുനിയാവിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ വീടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറില്ലേ? അതേ, സഹായിക്കാറുണ്ട് നബിയെ. അതേപോലെ തന്നെയാണ് അഹങ്കാരികളുടെ ഖബറിലേക്ക് ഇറക്കപ്പെടുന്ന ശിക്ഷയുടെ പ്രതിഫലനം മറ്റുള്ള ഖബറിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലാ തുസല്ലിമു അലാ ശർബത്തിൽ ഖംർ. മദ്യപിച്ച് വരുന്നവന്, ലഹരി ഉപയോഗിക്കുന്ന ഒരു മുസ്ലിം സഹോദരന് നിങ്ങൾ സലാം പറയരുതേ. വൈൻ മരിള ഫലാ തഊദുഹു. അവൻ രോഗിയായാൽ രോഗ സന്ദർശനം നടത്തരുതേ. വൈൻ മാത ഫലാ തുസല്ലു അലൈഹി. അവൻ മരിച്ചുപോയാൽ അവന്റെ ജനാസ നമസ്കരിപ്പിക്കരുതേ. കാരണം എന്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഫൈന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമ മുദ്ലിഅൻ അലാ ലിസാനി മുദ്ലിഅൻ ലിസാനുഹു അലാ സദ്രിഹി യസീലു ലുആബുഹു യഅരിഫുഹു കുല്ലു മൻ റആ കഅന്നഹു ശാരിബു ഖംർ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മദ്യപിച്ച് വരുന്നവൻ, ലഹരി ഉപയോഗിച്ച് ചത്തുപോയവൻ നാളെ മഹ്ശറയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരുന്നത് വിരൂപിയായ കോലത്തിലാ. പേപ്പട്ടിയുടെ നാവ് ഇറങ്ങിക്കിടക്കുന്നത് പോലെ അവന്റെ നാവ് നെഞ്ചിലേക്ക് താഴെ ഇറങ്ങിക്കിടക്കുമത്രേ. ആ നാവിന്റെ ഇരു സൈഡിൽ നിന്ന് ഈളയിറ്റീറ്റ് വീഴുമത്രേ. നാളെ മഹ്ശറിൽ വെച്ച് ഈ പേക്കോലം കാണുന്ന ഓരോ വ്യക്തികളും പറയുമത്രേ, കന്നഹു ശാരിബു ഖംർ. ദുനിയാവിൽ ലഹരി ഉപയോഗിച്ചവനാണ്. ദുനിയാവിൽ ലഹരി ഉപയോഗിച്ച ആഖിറത്തിൽ പോലും അടയാളം കാണും. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. മയ്യത്ത് പോലെ നിസ്കരിക്കരുതെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മായിദത്തിൻ യുശ്റബു അലൈഹൽ ഖംർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ, വിശ്വാസികളുണ്ടെങ്കിൽ, മദ്യം വിളമ്പുന്ന കസേരയിലോ തീൻമേശയിലോ ബാറിലോ പോയിരിക്കരുതേ.